എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈൽ ലാബ്. അങ്ങനെ നമ്മൾ നാളെ മുതൽ ഡയറ്റും കൂടെ സ്റ്റാർട്ട് ചെയ്യുവാണ്. എക്സസൈസസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ലൈവ് വീഡിയോസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ ഞാനൊരു കമന്റ് കണ്ടു, ചേച്ചി ഇങ്ങനെ ലൈവായിട്ട് വീഡിയോ ചെയ്യാതെ റെക്കോർഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൂടെ ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും, റെക്കോർഡ് ആയിട്ട് ചെയ്യാമോ എന്ന് ഇന്ന് ആരൊക്കെയോ കമന്റ്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും മെസ്സേജ് ചെയ്യണം കേട്ടോ. കാരണം ഞാൻ ലൈവായിട്ട് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒന്നിച്ച്, അതായത് പരസ്പരം കാണാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളുടെ 100 പേരെങ്കിലും, 100ഓളം പേരുണ്ട് കേട്ടോ നമ്മുടെ ലൈവില്. അപ്പൊ അത്രയും പേര് ഒന്നിച്ച് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് ചെയ്യാൻ മടിയുള്ള കുറച്ച് ആൾക്കാരെങ്കിലും നമ്മുടെ കൂടെ ചെയ്യും എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ അങ്ങനെ ലൈവായിട്ട് എക്സസൈസ് ഇടുന്നത്. മാത്രമല്ല, ഞാൻ കറക്റ്റായിട്ട് 5 മണിക്ക് ഇടുമ്പോൾ കൂടെ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ കൃത്യമായിട്ട് അവരൊരു 4:45, 5 മണിക്കുള്ളിൽ എഴുന്നേക്കും. അത് ശരീരത്തിന് വളരെ നല്ലതാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ തൈറോയിഡ്, PCOD ഇങ്ങനെയൊക്കെയുള്ള ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എല്ലാ പ്രോബ്ലംസിനും നല്ലതാണ് ഏർലി മോർണിംഗ് നമ്മൾ എഴുന്നേക്കുന്നത്. അപ്പൊ ഏർലി മോർണിംഗ് നമുക്ക് എഴുന്നേക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ രാത്രി കിടക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ഗുഡ് ഹാബിറ്റും കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഒരുപക്ഷെ ലൈവ് വീഡിയോയിൽ നിന്ന് എനിക്ക് അല്ലാത്ത റെക്കോർഡഡ് വീഡിയോനെക്കാട്ടിലും റെക്കോർഡഡ് വീഡിയോയുടെ അത്രയും പൈസയൊന്നും എനിക്ക് കിട്ടിയെന്ന് വരില്ല. പക്ഷെ എനിക്ക് അതിനകത്ത് വലിയ വിഷമമൊന്നും തോന്നുന്നില്ല. ബിക്കോസ് ഇന്ററാക്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് കുറച്ച് ആൾക്കാരുമായിട്ട്. രാവിലെ എഴുന്നേറ്റ ഉടനെ ലൈഫിൽ എന്തൊക്കെയോ ഒരു ബ്ലോസം എന്ന് പറയുന്നത് എന്തോ ഒരു നല്ല എഫക്റ്റ് ഉള്ള എന്തോ ഒരു സംഭവം എനിക്ക് ഈ 2 ദിവസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര എനർജിയാണ്, നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പറയണം. എനിക്കറിയാം നമ്മളൊരു 30 ഡേയ്സ് എത്തുന്നതിന് മുമ്പ് ദിവസവും 1000 പേരെങ്കിലും ലൈവിൽ ജോയിൻ ചെയ്യുന്ന രീതിയിൽ എത്തും എന്നെനിക്കറിയാം. എങ്കിലും കാരണം സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. ഇങ്ങനൊരു സംഭവം ആർക്കും അറിയത്തില്ലല്ലോ. പിന്നെ രാവിലെ എഴുന്നേൽക്കാനൊക്കെ മടിയൊക്കെ ഒരുപാട് പേർക്കുണ്ടാവും. എങ്കിലും നിങ്ങൾ കുറച്ച് പേരെങ്കിലും ചെയ്ത് നല്ലൊരു റിസൾട്ട് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാം. എനിക്കറിയാം ഒരുപാട് പേരുടെ പൊന്നൂസ്, പുഷ്പ, അങ്ങനെ രാജശ്രീ, ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ഇതിൽ ജോയിൻ ചെയ്ത് കറക്റ്റായിട്ട് എഴുന്നേറ്റ് വന്ന് ഗുഡ് മോർണിംഗ് ഗ്രൂപ്പിലൊക്കെ ഗുഡ് മോർണിംഗ് പറഞ്ഞ് കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങളാണ് എൻ്റെ പ്രചോദനം. ഞാൻ രാവിലെ ലൈവായിട്ട് ചെയ്യുന്നത്. എനിക്കും അത് ബുദ്ധിമുട്ടാണ്. കാരണം ലൈവായിട്ട് ചെയ്യണം, കൃത്യമായിട്ട് രാവിലെ എഴുന്നേറ്റ് തന്നെ ആവണം. എനിക്കത് എപ്പോഴേതെങ്കിലും ഒരു സമയത്ത് റെക്കോർഡ് വെച്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല. എൻ്റെ സൈഡിൽ നിന്ന് എഫേർട്ടാണ്. അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ഓരോരുത്തരും തീർച്ചയായിട്ടും താഴെ മസാജ് ചെയ്യുക, താഴെ മെസ്സേജ് ചെയ്യുക കേട്ടോ. ആ ഒരു എക്സസൈസ് വീഡിയോസിനെ കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ എക്സസൈസ് വീഡിയോസ് മുന്നോട്ട് കൊണ്ടുപോകുക തന്നെ ചെയ്യും. നല്ല സുഖമുണ്ട് ശരീരത്തിനൊക്കെ. നമ്മൾ കാലിനൊക്കെ നല്ല വേദനയായിരിക്കും അല്ലെ എക്സസൈസ് ചെയ്തവരൊക്കെ. കൃത്യമായിട്ട് അത് ഫോളോ ചെയ്യുക. കഴിഞ്ഞ 2 ദിവസങ്ങളിലെയും എക്സസൈസ് വീഡിയോയുടെ ലിങ്ക് ചിലർക്ക് ലൈവ് ആയതുകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് താഴെ ഈ വീഡിയോയുടെ താഴെ ഞാൻ 2 ദിവസത്തെ ലിങ്കും ഇനി തുടർന്നുള്ള എല്ലാ ദിവസങ്ങളുടെ ലിങ്കും 1, 2, 3 ഞാൻ അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ എടുക്കാനായിട്ടും ഈസി ആയിരിക്കും. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നാളെ മുതലാണ് നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആസ് യൂഷ്വൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ വെയിറ്റ് ലോസ് ചലഞ്ച് 2 ചെയ്തിരുന്നത് പോലെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് പ്ലാൻ ആണ് ഇപ്രാവശ്യം പ്ലാൻ ചെയ്യുന്നത്. ലൈക്ക് വേഗിക്കാത്ത ഫുഡ്സും ഒക്കെ നമ്മൾ ധാരാളം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്രാവശ്യത്തെ ഡയറ്റിനകത്ത്. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു ഡയറ്റ് ആകുമ്പോഴാണ് നമുക്ക് ഹെൽത്തി ആയിട്ട് ശരീരം വെച്ചിരിക്കാനും പറ്റും. ഈസി വെയിറ്റ് ലോസ്, മുടിയൊന്നും അധികം കൊഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല ഒരു പ്രോട്ടീൻ, നമ്മൾ വെയിറ്റ് ഗെയിൻ ഡ്രിങ്ക് നമ്മൾ ഉണ്ടാക്കിയില്ലേ, അതുപോലെ ഒരു നല്ല വെയിറ്റ് ലോസ് ഡ്രിങ്ക്, പക്ഷെ പ്രോട്ടീൻ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് കൂടെ ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നതാണ് നിങ്ങളെ. ആ വീഡിയോ നാളെ ഞാൻ കാണിക്കാം. അപ്പോൾ നാളത്തെ നമ്മുടെ ഡേയിൽ നമ്മൾ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഡേ 1 എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ആദ്യം നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ വാട്ടർ ഡയറ്റ് തന്നെ ഫോളോ ചെയ്യുക. പലരും വാട്ടർ ഡയറ്റ് എന്ന് കേൾക്കുമ്പോൾ പേടിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമ്മളെ വാട്ടർ ഡയറ്റ് ചെയ്ത് ശീലിച്ചവർക്കൊക്കെ വാട്ടർ ഡയറ്റ് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കറിയാം. കാരണം വാട്ടർ ഡയറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ഫുള്ളായിട്ടും നല്ല ഭംഗിയായിട്ട് ക്ലെൻസ് ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പോൾ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ വെള്ളം കുടിച്ചു തുടങ്ങുക. പക്ഷെ നമ്മുടെ മല്ലിയില ഇട്ട വെള്ളമില്ലേ, അതായത് ഇന്നലെ ഞാൻ കാണിച്ചിട്ടുള്ള വീഡിയോ, ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ വെയിറ്റ് ലോസ് ഡ്രിങ്ക് ഈ ആഴ്ച കുടിക്കേണ്ട വെയിറ്റ്
ലോസ് ഡ്രിങ്ക്, അതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. ഞാൻ ഈ പറയുന്നത് വരെ ഈ ഒരു ഡ്രിങ്ക് വേണം നിങ്ങൾ, അതായത് ഒരാഴ്ച കണ്ടിന്യൂസ് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് വേണം കുടിക്കാൻ. അടുത്ത ആഴ്ച ഞാൻ വേറെ മാറ്റി തരുന്നതായിരിക്കും. ഈ ഒരാഴ്ച ഈ ഒരു ഡ്രിങ്ക് തന്നെ രാവിലെ കുടിക്കുക. കുടിച്ചതിന് ശേഷം ത്രൂ ഔട്ട് വെള്ളം കുടിക്കുക. നിങ്ങൾ ഇതിനകത്ത് കരിക്കും വെള്ളം കുടിക്കാം. കരിക്കൻ വെള്ളം എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് ഈ വഴുക്ക കാണത്തില്ലേ, കരിക്കിൻ്റെ ഇളം കരിക്ക്, അപ്പോൾ ആ ഒരു ഫ്ലഷോട് കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് കരിക്ക് കഴിക്കാം. നല്ല വിശപ്പാണ്, എനിക്ക് പറ്റുന്നില്ല ചേച്ചി, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, തല കറങ്ങുന്നു, അങ്ങനെയൊക്കെയുള്ള ഫീൽ ഉള്ളവർക്കാണെങ്കിൽ ഒരു തണ്ണിമത്തൻ കഴിക്കാം, അല്ലെങ്കിൽ ഓറഞ്ച് കഴിക്കാം കേട്ടോ. ഇത് മാത്രമേ ഉള്ളൂ ഓപ്ഷൻ, വേറെ ഒന്നും കഴിക്കരുത്. മാക്സിമം വെള്ളം കുടിച്ച് തന്നെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഇതിനകത്ത് ഡയറ്റിലേക്ക് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നൈറ്റ് 6 o'clock സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് ഈവനിങ് 6 o'clock സ്റ്റാർട്ട് ചെയ്ത് നാളെ മോർണിംഗ് 6 o'clock വരെ, അങ്ങനെ ഒരു ഇതിൽ നാളെ ഈവനിങ് 6 o'clock വരെ അങ്ങനെ ഒരു ഇതിലാണ് ആക്ച്വലി ചെയ്യേണ്ടത്. പക്ഷെ കുഴപ്പമില്ല, നിങ്ങൾ നാളെ രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്താൽ മതി. നാളെ രാവിലെ സ്റ്റാർട്ട് ചെയ്തിട്ട് മറ്റന്നാൾ രാവിലെ നമുക്ക് ബ്രേക്ക് ചെയ്യാം. അതായത് അപ്പോൾ നാളെ രാത്രിയും നിങ്ങൾ ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് സാരം. രാത്രിയും ഡയറ്റിലേ ഇരിക്കണം. ഓക്കെ, വെള്ളത്തിൽ തന്നെ ഇരിക്കണം. രാവിലെ എഴുന്നേറ്റിട്ട് നമുക്ക് നല്ല ഫുഡ് കഴിക്കാം. എല്ലാവർക്കും അറിയാം, വാട്ടർ ഡയറ്റ് കഴിഞ്ഞ അടുത്ത ദിവസം എല്ലാവർക്കും നല്ല ഫുഡായിരിക്കും. അപ്പോൾ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഈസി, ഹെൽത്തി, പ്രോട്ടീൻ റിച്ച് നല്ല ഒരു വെയിറ്റ് ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നാളെ വെയിറ്റ് ലോസ് ഡ്രിങ്കിൻ്റെ ഡേ 1 ആണ്. എല്ലാവരും ശ്രദ്ധിക്കുക, വെള്ളം മാത്രം കുടിക്കുക. വാട്ടർ ഡയറ്റ് ആണ്. ഇൻക്ലൂഡ് ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, മാക്സിമം ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡയറ്റ് ആയിരിക്കും ഇത്. റൈസ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് ബ്രൗൺ റൈസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇനി ബ്രൗൺ റൈസ് ഇല്ല എന്നുണ്ടെങ്കിൽ നുറുക്ക് ഗോതമ്പ് ആയാലും മതി. നുറുക്ക് ഗോതമ്പ് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. നുറുക്ക് ഗോതമ്പ് ഉപയോഗിച്ചാലും മതി. ഇനി റൈസ് ഇല്ല, നമുക്ക് റൈസ് തന്നെ വേണം എന്നുണ്ടെങ്കിൽ ഒരു പിടി കുത്തരി കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. തവിടോടുകൂടി അരി കുറച്ച് ചോറ് കഴിക്കുന്നത് കൊണ്ടും ഈ ഭയങ്കര വെയിറ്റ് ഗെയിൻ ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ നിങ്ങൾ അതും പേടിക്കേണ്ട. ഓക്കെ, അപ്പോൾ നാളത്തെ ദിവസത്തെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ നിങ്ങൾ പറയാതെ? നിങ്ങൾ ജസ്റ്റ് ഒരു ഹായ് മാത്രം അയക്കാതെ. അപ്പോൾ ഈ ജസ്റ്റ് ഒരു ഹായ്, ഞാൻ ലവ് ഇട്ട് അങ്ങ് പോകുമല്ലേ ഉള്ളൂ. ഞാൻ നിങ്ങളിൽ നിന്നൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയൂ. ഞാൻ വായിക്കുന്നോ റിപ്ലൈ തരുന്നോ അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയും. തീർച്ചയായിട്ടും ഞാനത് വായിക്കുന്നതായിരിക്കും. അതിനനുസരിച്ചാണ് ഞാൻ ഓരോ ദിവസവും ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരുന്നത്. ഞാൻ എപ്പോഴും മറ്റുള്ള യൂട്യൂബ് ചാനലിൽ നിന്നും കുറച്ചെങ്കിലും എന്തെങ്കിലും രീതിയിലൊന്ന് ഡിഫറൻസ് ആകണം എന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ആർക്കാനും വേണ്ടി ഓർക്കാനിച്ചതുപോലെ ചെയ്തിട്ട് പോവാതെ എന്തെങ്കിലും രീതിയിലുള്ളൊരു റിസൾട്ട് നമ്മളെ കൊണ്ട് കിട്ടണം. അതുതന്നെയാണ് ലൈവായിട്ടുള്ളൊരു എക്സസൈസ് ചെയ്യാൻ എനിക്ക് ഉണ്ടായ പ്രചോദനവും. ഓക്കെ, അപ്പോൾ വേറെ ആരോ ചോദിച്ചു ഇത് ലൈവ് എക്സസൈസ് കുറച്ചാൾ കഴിയുമ്പോൾ പെയ്ഡ് എക്സസൈസ് ആക്കുമോ? തീർച്ചയായിട്ടും പെയ്ഡ് എക്സസൈസസ് ക്ലാസ്സസും നമ്മൾ എടുക്കുന്നുണ്ട്. പെയ്ഡ് ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. ശ്രീലങ്കയിലുള്ളൊരു കുട്ടിയുണ്ട്, ഓസ്ട്രേലിയയിലുള്ളൊരു കുട്ടിയുണ്ട്. നമ്മൾ അവർക്ക് ലൈവായിട്ട് ഇൻഡിവിജ്വൽ ക്ലാസ്സസും നമ്മൾ എടുക്കുന്നുണ്ട്. അല്ലാതെ ഇൻഡിവിജ്വൽ അല്ലാതെ ഗ്രൂപ്പായിട്ടുള്ള ക്ലാസ്സസും ഞാൻ എടുക്കുന്നുണ്ട്. ഡയറക്റ്റ് ജിമ്മിൽ പോയും യോഗ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്. അപ്പോൾ പെയ്ഡ് ക്ലാസ്സും ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ്. എനിക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പെയ്ഡ് ക്ലാസ് ആക്കാമല്ലോ. പക്ഷെ ഞാനത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ വിചാരിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്നത്തെ ഡ്രിങ്ക് എന്ന് പറയുന്നത്, ഞാൻ ഈ പറയുന്ന ഒരു ഡ്രിങ്ക് നിങ്ങൾ ഈവനിങ് വേണം കഴിക്കാനായിട്ട്. ഞാൻ പറയുന്നത് വരെ നിങ്ങൾ നൈറ്റ് കഴിക്കുക. അതായത് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിരിക്കുമല്ലോ. അപ്പോൾ ഫുഡ് കഴിച്ചതിന് ശേഷം വേണം നമ്മൾ ഒരു 8 മണി 9 മണിയൊക്കെ ആകുന്ന സമയത്ത് ഈ ഒരു ഡ്രിങ്ക് കുടിക്കാം. അപ്പോൾ ഈ ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. നമ്മളൊരു പാത്രം അടുപ്പിൽ വെച്ച് അത് ചൂടാക്കാം. ചൂടാകുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഫ്ലാക്സ് സീഡ്സ് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിപ്പോൾ എല്ലാം ഒരു 2 സ്പൂൺ ക്വാണ്ടിറ്റിയിലാണ് ഇട്ട് കൊടുക്കുന്നത്. 2 സ്പൂൺ ഫ്ലാക്സ് സീഡ്സ്, 2 സ്പൂൺ ഫ്ലാക്സ് സീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈക്വൽ ക്വാണ്ടിറ്റിയിൽ തന്നെ ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് കയറിയോളൂ, കുറച്ചും കൂടെ. 2 സ്പൂൺ ഫ്ലാക്സ് സീഡ്സും 2 സ്പൂൺ ജീരകവും. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ചൂടാക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് 2 കഷ്ണം പട്ടയും കൂടി ഇടാം. പട്ടയും ഇനി ഒരു സാധനം കൂടെ ലാസ്റ്റ് ചേർക്കണം. ആ സാധനമാണ് 1 സ്പൂൺ ഉലുവ. ഈ ഒരു സ്പൂൺ ഉലുവയും കൂടെ ഇതിനകത്ത് ചേർക്കണം. അത് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്, തീ കുറച്ച് വെക്കണം. പൊട്ടി തുടങ്ങുന്ന സമയത്ത് വേണം നമ്മൾ ഉലുവയും കൂടെ ചേർക്കാൻ. എന്നിട്ട് എണ്ണയൊന്നുമില്ല കേട്ടോ, ചുമ്മാ ഡ്രൈ ഫ്രൈ ആണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമുക്കത് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം മതി. ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇത് മിക്സിയിൽ നല്ല മഷി പോലെ പൊടിച്ചെടുക്കണം. കാരണം നമ്മളിത് എങ്ങനെയാണ് കുടിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മളിത് നല്ല ഭംഗിയായിട്ടൊന്ന് പൊടിച്ച് എടുക്കാം. ഓക്കെ, ഇപ്പോൾ അത് ചൂടായി കഴിഞ്ഞ് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം.
ഇത് കണ്ടോ, നല്ല മഷി പോലെ ഞാൻ പൊടിച്ചിട്ടുണ്ട്, നല്ല മഷിയായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ പൊടിക്കുമ്പോഴാണ് നമുക്കത് കഴിക്കുമ്പോഴും നല്ല നമ്മുടെ തൊണ്ടയിൽ കുരുങ്ങാതെ നല്ല ഭംഗിയായിട്ട് കഴിക്കാനായിട്ട് പറ്റുള്ളൂ. ഇതിലുള്ള ജീരകമായിരുന്നാലും ഫ്ലാക്സ് സീഡ്സ് ആയിരുന്നാലും ശരി, ഉലുവ, കറുവപ്പട്ട, ഇതെല്ലാം തന്നെ നമുക്ക് വെയിറ്റ് ലോസിന് സഹായിക്കുന്നതാണ്. ഇത് എങ്ങനെയാണ് കുടിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനി ഇതെങ്ങനെ കൺസ്യൂം ചെയ്യണം, എങ്ങനെ കുടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും, ഇപ്പം നിങ്ങൾ 10 മണിക്ക് മാക്സിമം, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ 10 മണിക്കുള്ളിൽ ഉറങ്ങിയിരിക്കുക. കിടക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് മൊബൈൽ മാറ്റി വെക്കുക, അതിനുശേഷം കിടക്കുക. നല്ല ഹാബിറ്റ്സ് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ 1 മണിക്കൂർ മുമ്പ് ഇളം ചൂടുവെള്ളം, അതായത് വാം വാട്ടറിൽ നമ്മൾ കോഫിയൊക്കെ കുടിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ ജസ്റ്റ് 1 ടീസ്പൂൺ മതി. 1 ടീസ്പൂൺ നല്ല പോലെ മിക്സ് ചെയ്യുക. കോഫി കുടിക്കുകയാണെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നല്ലപോലെ പൊടിഞ്ഞിട്ടില്ല പൊടിയുന്നുണ്ടെങ്കിൽ അരിച്ച് കുടിക്കാം, അല്ലെങ്കിൽ അരിക്കാതെയും കുടിക്കാം. അരിക്കാതെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം സിപ്പ് ചെയ്ത് ആ വെള്ളം ഫുള്ളായിട്ട് കുടിച്ച് തീർക്കാം. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് കുടിച്ച് നോക്കൂ. ഈ ഒരാഴ്ച കൊണ്ട് തന്നെ കൃത്യമായിട്ട് നല്ല റിസൾട്ട് അറിയാൻ പറ്റും. രാവിലെ ഉള്ള ഈ ഒരു മോർണിംഗ് ഡ്രിങ്കും മല്ലിയിലയുടെ ഡ്രിങ്കും ഈവനിങ് ഉള്ള ഈ ഒരു ഡ്രിങ്കും കൃത്യമായിട്ട് നിങ്ങൾ ശീലിച്ചു വരിക. നല്ല കിടിലൻ റിസൾട്ട് ആയിരിക്കും നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്. ബിക്കോസ് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ലൈവ് എക്സസൈസസും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ശരീരത്തിന് നല്ലൊരു ചേഞ്ച്, നല്ലൊരു ഡിഫറൻസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ ഇതുവരെയും ഇതിൽ ഡയറ്റിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. ലൈവ് എക്സസൈസ് ഗ്രൂപ്പ്സ് ഉണ്ട്. ഗ്രൂപ്പിന് പ്രത്യേകിച്ച് വലിയ ഉദ്ദേശങ്ങളൊന്നുമില്ല. ലൈക്ക് നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം, പരിചയപ്പെടാം, പിന്നെ അതിനകത്ത് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ ലൈവ് എക്സസൈസസിൻ്റെ ലിങ്ക്സ് നമ്മൾ ചാനൽ വീഡിയോ കഴിയുന്ന സമയത്ത് ലിങ്ക്സ് അവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഉപകാരങ്ങൾ, അങ്ങനെയൊക്കെ സംസാരിക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. നാളെ എല്ലാവരും കൃത്യമായിട്ട് വാട്ടർ ഡയറ്റ് ഫോളോ ചെയ്യുക. അതിൻ്റെ അടുത്ത ദിവസത്തെ കാര്യം നാളെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഡേ.